നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് മലയാളത്തിലെ പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്രീ ലിയോ തദേവൂസാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമ 12 റിലീസായിരിക്കുന്നു. മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ആ സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത നാളുകളിൽ ആരും ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഒരു ട്രീറ്റ്മെൻറ്റാണ് അദ്ദേഹം ഈ ഒരു സിനിമയിൽ പ്രേക്ഷകർക്കായി ഒരുക്കിയിരിക്കുന്നത്. 12 ആ സിനിമയുടെ വിശേഷങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ചോദിച്ചറിയാം. സർ, സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാർ, ഈ 12 ആ ഒരു മൂവി, അത് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നൊരു കഥ എന്നതിനേക്കാൾ ഉപരി ഒരു ആശയമാണ്. ആ ഒരു ത്രെഡ് എങ്ങനെയാണ് രൂപപ്പെടുത്തിയത്? 12 എന്ന് പറഞ്ഞ സിനിമ പലരും ചോദിക്കുന്നതിൻ്റെ കഥ, നമ്മളൊക്കെ ജനിച്ചു വളർന്ന് തുടങ്ങിയ സമയം മുതൽ നമ്മളുടെ ഹൃദയത്തിലും ബുദ്ധിയിലും ചിന്തയിലും ഒക്കെ വളരെ സ്കാറ്റേഡായിട്ട് തുടങ്ങിയൊരു കഥ ബീജമാണത്. അത് നിങ്ങൾ പറഞ്ഞത് വളരെ യു റൈറ്റ്ലി സെഡ് ഇറ്റ്. അതൊരു കഥയായിട്ടല്ല, പല 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 കാര്യങ്ങളുമായിട്ട് അതിനെ ഒരു കഴിഞ്ഞൊരു 2-3 വർഷത്തെ ഒരു ടൈം സ്പാനിൽ ഞാനതിനൊന്ന് കോർത്തിണക്കൊന്ന് സ്ട്രക്ചർ ചെയ്തു എന്നേ ഉള്ളൂ. ഈ കഥയിലേക്ക് വരുമ്പോൾ, ഈ സിനിമയിലേക്ക് വരുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന 12 എന്ന് പറഞ്ഞ നമ്പർ തന്നെയായിരുന്നു. ആ 12 എന്ന് പറഞ്ഞ നമ്പറിൽ, കാരണം ഈ 12 പേരെ ആകർഷിച്ച ഒരു വ്യക്തിത്വം, അതിന് 12 പേരിലേക്കാണ് അത് കളി. ഈ 12 പേരുടെ പ്രത്യേകത, അവരുടെ ക്യാരക്ടർ ട്രേറ്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരുടെയും ഒരു പരിച്ഛേദമാണ് അവർ. 12 ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്. എടുത്തുചാട്ടക്കാരനുണ്ട്, ദേഷ്യക്കാരനുണ്ട്, ക്രുക്കഡായിട്ടുള്ള ആൾക്കാരുണ്ട്, ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പല ട്രേറ്റ്സിൽ നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ അതൊരു ബ്യൂട്ടിഫുൾ റെപ്രസെൻറ്റേഷനാണ്, ഹ്യൂമൻ റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ അതിൽ നിന്ന് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ അതിലേക്ക് അതിൽ നിന്നിട്ട് വർക്ക് ചെയ്താലോ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് അത് തുടങ്ങുന്നത്. സാറേ, എനിക്ക് തോന്നുന്നു ആ ഒരു ചിത്രീകരണ സമയം ഒത്തിരി ചലഞ്ചിങ് ആയിരുന്നു തോന്നുന്നു. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് കോവിഡിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു ആ ഒരു ചിത്രീകരണ സമയം. എന്തൊക്കെയായിരുന്നു ചലഞ്ചസ് ഫേസ് ചെയ്തത്? ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കോവിഡ് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ചലഞ്ച്. കാരണം നമുക്ക് മനസ്സിലുള്ള പോലെ ഷൂട്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ആദ്യം ഈ സിനിമ ഞങ്ങളത് ചിന്തയൊക്കെ തുടങ്ങി, അത് എല്ലാം ഓക്കെ ആയി കണ്ട് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങൾ നാഗർകോവിലുള്ള സ്ഥലത്ത്, മുട്ട വന്ന സ്ഥലത്താണ് ടോട്ടൽ ഷൂട്ട് നമ്മൾ പ്ലാൻ ചെയ്ത്. അവിടെ ഞാനൊരു 3 പ്രാവശ്യമെങ്കിലും ആ ലൊക്കേഷൻസ് വിസിറ്റ് ചെയ്ത് കുറേ ദിവസങ്ങളോടെ താമസിച്ചു. ഓരോ ഇച്ച് ആൻഡ് എവറി സീനിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻസും നടത്തി. ഷൂട്ട് തുടങ്ങാനായിട്ട് 4 ദിവസത്തോളം ഞങ്ങൾ അവിടെ ചെല്ലുന്നു. എല്ലാം വീണ്ടും എല്ലാം സെറ്റാവുന്നു. ടോട്ടൽ ക്രൂ അവിടെ വരുന്നു. അതിന് തലേ ദിവസം അവിടെ ഒരു മരണം നടക്കുന്നു. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും മരിക്കുന്നു. അപ്പോൾ ഈ കൊറോണ അങ്ങനെ അങ്ങോട്ട് ഇത് ചെയ്ത് വരുന്ന സമയമാണ്. ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെ നമ്മളെ കൂടുതൽ സഹായിച്ചുകൊണ്ടിരുന്ന ഒരാളും കൂടിയാണ്. പിറ്റേ ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നു. ഇതേപോലെ റൂമിലൊക്കെ കയറി ഒരു സീൻ എടുക്കാനായിട്ട് റൂമിലെല്ലാം ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് ലൈറ്റപ്പ് ഒക്കെ ഇതെല്ലാം സെറ്റാണ്. ഷൂട്ട് തുടങ്ങിയിട്ടില്ല. അപ്പോൾ താഴെ ഭയങ്കര ബഹളം കേൾക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ജനങ്ങൾ പറഞ്ഞു ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന്. കാരണം കേരളത്തിൽ നിന്ന് വന്ന ആൾക്കാർ ഇവിടെ കൊറോണ. അപ്പോൾ ഞങ്ങളെല്ലാവരും മാസ്കൊക്കെ ധരിച്ച് വളരെ എല്ലാവരുടെ കയ്യിൽ സാനിറ്റൈസറൊക്കെ ഉണ്ട്. അങ്ങനെ സത്യം പറഞ്ഞാൽ അത് വലിയൊരു ഒരു മോബായി. അപ്പോൾ അങ്ങനെ ഷൂട്ട് നടക്കില്ല എന്ന് പറഞ്ഞാൽ അവർ നടത്താൻ സമ്മതിച്ചില്ല. അപ്പോൾ ഞങ്ങൾക്കിനി അവിടെ നിന്ന് വിട്ടിട്ട് വേറെ സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. പിന്നെ കേരളത്തിലേക്ക് തിരിച്ചു വരാം. കാരണം പിന്നെ ഇവിടെ നിന്ന് ഇനി ഇവിടെ ഷൂട്ട് ചെയ്താൽ ഇതേ പ്രോബ്ലം അവിടെ വരും. കേരളത്തിലേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥ. കേരളത്തിൽ ഭയങ്കര ഹൈ ആയി. അപ്പോൾ അന്ന് ഞാൻ ഒരു ഷോട്ട് പോലും എടുക്കാൻ പറ്റാണ്ട് എനിക്ക് എൻ്റെ സിനിമ നിർത്തേണ്ട വന്നു. ഷെഡ്യൂൾ ബ്രേക്ക് പറയേണ്ട വന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ പിന്നെ അതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് വന്ന് അപ്പോഴേക്കും ഇവിടെ കൊറോണ ഭയങ്കരതായി ടോട്ടൽ ലോക്ക്ഡൗൺ ആണ്. എന്താ ചെയ്യേണ്ടത്, ഇനി എങ്ങനെ സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് എനിക്കറിയില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ചിന്തിക്കുന്നു, ജോസഫൊക്കെ ആയിട്ട് ചിന്തിക്കുന്നു, നമുക്ക് ഇവിടെ നോക്കിയാൽ ഇവിടെ എവിടെയാണ്. അങ്ങനെ ഞാനും ജോസഫും മാത്രം ഈ എന്താ പറയുക, നമ്മുടെ ഈ മുനമ്പം മുതൽ ആലപ്പുഴ വരെ കടൽ തീരത്തുകൂടെ വണ്ടി ഓടിച്ച് ഇങ്ങനെ നോക്കി പോയി. അങ്ങനെ ഒരു സ്ഥലം വന്ന് ലോക്കാകുകയും അങ്ങനെയൊക്കെയാണ്. ഒരു ഭയങ്കര ജേണി അതിൻ്റെ പുറകിലുണ്ട്. സിനിമയുടെ ഓരോ മൊമെൻറ്റ്. അവസാനം ഞങ്ങൾ ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് 35,000 പേര് ഉണ്ട് കേരളത്തിലെ കൊറോണ റേറ്റ്. അപ്പോൾ കേരളത്തിൽ എന്താ പറയുക, ഇൻഡോർ മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ ഇൻഡോർ സീനുകൾ മാത്രം ഞങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ കുറേ ഇൻഡോർ സീൻ കഴിഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് പഴയ സ്ഥലത്തേക്ക് വീണ്ടും ചെല്ലും. അവരൊക്കെ ആയിട്ട് കോംപ്രമൈസ് ചെയ്ത് ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാൻ. അങ്ങനെ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുന്ന അപ്പോഴേക്കും ഇവിടെ കേരളത്തിൽ ഇൻഡോർ ഓപ്പൺ ആകുമെന്ന് പറയുന്നത് തിരിച്ചു. അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം. അപ്പോൾ സിനിമയിലത് ഭയങ്കര, ഞങ്ങൾ ടെക്നിക്കലി എന്നെ സംബന്ധിച്ചാലും ഭയങ്കര ട്രിക്കിയായിട്ട് ഷൂട്ട് ചെയ്യണം. കാരണം ആൾക്കാർക്ക് അറിയത് വീടിൻ്റെ ഉള്ളിൽ കൊച്ചി, വീടിൻ്റെ പുറം നാഗർകോവിൽ, വീട്ടിലേക്ക് വരുന്ന വഴി ചേർത്തല, ആലപ്പുഴ, ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്ത് പല ലൊക്കേഷൻ ആയിരുന്നു. ഈ കടൽ തീരം എല്ലാ സീനുകളും 3 ലൊക്കേഷൻ വെച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിനെ ബ്ലെൻഡ് ചെയ്യുക, അതിനെ കണ്ടിന്യൂറ്റിയിൽ ബ്ലെൻഡ് ചെയ്യുക, അതിനെ കളറിൽ കറക്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. പ്രത്യേകിച്ച് ഈ കടലിൻ്റെ ഒക്കെ ഒരു ഓരോ നേച്ചർ, പല സ്ഥലത്തും പല നേച്ചറായിരിക്കുമല്ലോ അതിൻ്റെ. കടലിലെ പല സീനുകൾ അതിപ്പോൾ നമ്മൾ പുറത്ത് അറിയപ്പെടുന്നില്ല. പല സ്ഥലങ്ങളും പല രീതിയിലൊക്കെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ആ സിനിമയുടെ ടെക്നിക്കും കൂടിയിട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് അതിൽ വലിയ പ്രശ്നം തോന്നിയില്ല. പക്ഷേ ഇറ്റ് വാസ് നോട്ട് ഞാൻ ഇതുവരെ ചെയ്ത സിനിമകളിൽ അതൊരു സ്മൂത്ത് ജേണി ആയിരുന്നില്ല ഈ സിനിമ എന്ന് പറഞ്ഞാൽ. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ടെൻഷനും ഏറ്റവും കൂടുതൽ എനിക്ക് സ്ട്രെസ്സൊക്കെ ഉണ്ടാക്കിയൊരു സിനിമയാണത്. ഏറ്റവും കൂടുതൽ മുടി കൊഴിഞ്ഞ സിനിമ കണ്ടിറങ്ങുന്ന ഒരു പ്രേക്ഷകന് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മെസ്സേജാണ് ആ ഒരു സിനിമ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സിനിമാ ചിത്രീകരണത്തിൻ്റെ സമയത്ത് ചലഞ്ചസ് സാറ് പറഞ്ഞു, ഒരു പ്രത്യേകം ഓർത്തിരിക്കുന്ന എന്തെങ്കിലും ദൈവപരിപാലനയുടെ ഏതെങ്കിലും ഒരു അനുഭവം സാറിനുണ്ടായിട്ടുണ്ട്? ഞാൻ ശരിക്കും ഈ സിനിമയെ ഞാൻ നോക്കിക്കാണുന്നത് എല്ലാ ദിവസവും ഈച്ച് ആൻഡ് എവ്രി മൊമെൻറ്റ് ദൈവപരിപാലനയുടെ മൊമെൻറ്റുകളായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അത് എനിക്ക് ഞാൻ ഡെയിലി ഈ സിനിമ ഷൂട്ടിന് എല്ലാ ദിവസവും, അപ്പോൾ കുർബാനയ്ക്ക് പോകാൻ സമയം ഇതില്ലല്ലോ, നമുക്ക് പോസിബിലിറ്റി ഇല്ല. എല്ലാ ദിവസവും ഓൺലൈനിൽ കുർബാന കണ്ടതിന് ശേഷമാണ് ഞാൻ സിനിമ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഡെയിലി ഞാൻ 5:30 എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥന, ഞാൻ രാവിലെ ഹോളി മാസ് കാണും. ഒരു ദിവസം പോലും ഞാൻ മുടക്കിയിട്ടില്ല ഷൂട്ടിൽ. വൈകുന്നേരം എത്ര ലേറ്റ് ആണെങ്കിലും ഞാൻ തിരിച്ചു വന്ന്, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതിൽ തന്നെ ഈ ഓൺലൈൻ അഡോറേഷൻസ് ഉണ്ട്. 10 മിനിറ്റൊക്കെ എനിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും ഭയങ്കര ടയർഡായി കാണും. ചില ദിവസങ്ങളിൽ ഞാൻ 2 മണിക്ക് വരിക, ചില ദിവസങ്ങളിൽ 10:30, 11 മണിക്ക്, അങ്ങനെ പല ടൈമിൽ ഒരു 10 മിനിറ്റെങ്കിലും ഞാൻ ഓൺലൈൻ കണ്ടിട്ടാണ് അത്. പിന്നെ ഞാൻ മുറിയിലുള്ള സമയത്തും ഒക്കെ ഞാൻ ഈ ബെനഡിക്റ്റൻ പ്രയർ ഉണ്ട്, ചാൻറ്റുകൾ ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ ഒരു ഷോൾഡർ ബാഗ് ഉണ്ട്. ആ ബാഗിനുള്ളിൽ എന്താണെന്ന് എപ്പോഴും എല്ലാവരും ചോദിക്കുക. അതിലൊരു ബെനഡിക്റ്റൻ ക്രോസും ഞാൻ എപ്പോഴും കരുതാറുണ്ട്. ഇതാണ് എന്നെ നയിക്കുന്നത്. അപ്പോൾ പല മൊമെൻറ്റ്സ് ഉണ്ട്. ഞാനിത് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ലോജിക്ക് എന്നൊക്കെ പറയുന്ന സാധനമല്ല. ഇതിപ്പോൾ കേൾക്കുന്നവർ ചിലർ ചിരിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഇത് ലോജിക്കല്ല. ഇതിൻ്റെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ ഒരു കണക്റ്റിൽ വരുന്നൊരു സമയമാണ്. അത് പറയാൻ കാരണം ഇപ്പം ചില സീനുകൾ നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ പോകുമ്പോൾ എല്ലാം റെഡി ആയിട്ട് നിൽക്കും. മഴ അവിടെ അങ്ങനെ ഇഷ്ടം പോലെ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പുറത്ത് ഭീകര മഴ, ഇവിടെ മഴയില്ല. ഇവിടെ ഷൂട്ട് കഴിഞ്ഞ് പാക്കപ്പ് പറയുമ്പോൾ ഇവിടെ ഭീകര മഴ. ചില സ്ഥലങ്ങളിൽ അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ സിനിമാറ്റോഗ്രാഫർ പറയും, സാറേ മറ്റേ ആയുധം എടുത്തോ, ഇപ്പോൾ ഇവിടെയൊക്കെ മഴയാണല്ലോ. ഞാൻ പറഞ്ഞു, നമുക്ക് അവിടെ എത്ര മണിക്ക് നമ്മൾ ഷൂട്ട് പ്ലാൻ, നമുക്കൊരു 11 മണിക്ക് തുടങ്ങാം, 11 മണി വരെ മഴ പെയ്തോട്ടെ. അങ്ങനെ ഞങ്ങളുടെ സെറ്റിലുള്ള എല്ലാവരും അത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ലാസ്റ്റ് ഡേ ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ, ലാസ്റ്റ് ഡേ ആണ്, കുറേ സാധനം ഷൂട്ട് ചെയ്യാനുണ്ട്. മഴ എന്ന് പറഞ്ഞാൽ ഭീകര മഴ. അപ്പം ഞാൻ നോക്കുമ്പോഴാണ് അവിടെ ഓറഞ്ച് അലർട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത്. അപ്പോൾ ഷൂട്ട് ചെയ്യാൻ കുറേ ഉണ്ട്. മഴയെന്ന് ഭക്ഷണം കഴിക്കാൻ പുറത്ത് നിൽക്കാൻ പോലും പറ്റുന്നില്ല. കണ്ടിന്യൂസ് മഴ. അന്ന് രാത്രി പാക്കപ്പ് പറയണം എനിക്ക്. ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ അവിടെ കടലിൻ്റെ അവിടെ നിന്ന് ഞാനിങ്ങനെ പാചകം, എനിക്കൊരു 4-5 മണിക്കൂറാണ് ഞാൻ ഷൂട്ട് ചെയ്ത് തീർത്തോളാം. എനിക്ക് ഇത് മഴ മാറണം. അങ്ങനെ ഞാൻ എൻ്റെ അവരോട് പറഞ്ഞു, 3 മണിക്ക് റെഡി ആയിക്കോളൂ. 3 മണി മുതൽ വിനായകൻ വരുന്നുണ്ട്, പിന്നെ വിനായകൻ്റെ ഷൈനുണ്ട്, ദേവിൻ്റെ എല്ലാ കോമ്പിനേഷൻസും കുറച്ച് സീനുകളൊക്കെ എല്ലാം സെറ്റ്. അപ്പോൾ എല്ലാവരും മഴ വരുന്ന കുട വയ്ക്കേണ്ട ക്യാമറയാണ്, കുടയൊന്നും വെക്കണ്ടോ, എല്ലാം ഓക്കെ ആയിക്കോ. 3 മണിക്ക് ഒരു കാറ്റ് തുടങ്ങുകയാണ്. ഒരു കാറ്റ്. യു വോണ്ട് ബിലീവ്, സെറ്റിലുള്ളവർക്കറിയാം. നമ്മൾ
ആ നൈറ്റിൽ ഞാൻ പാക്കപ്പ് പറയുന്നത് വരെ ഒരു ഭീകര കാറ്റ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, നമുക്കെപ്പോഴും ഡൗട്ട് ഉണ്ടാവില്ല, അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട് അവിടെ ചേട്ടന്മാരോട്, ചേട്ടാ മഴ പെയ്യോ? അവർ മഴ പെയ്യില്ലല്ലോ, കാറ്റല്ലേ, ഈ കാറ്റത്ത് മഴ പെയ്യില്ല എന്നാണ്. ഞാൻ പാക്കപ്പ് പറഞ്ഞ് എല്ലാം ചെയ്ത് വണ്ടി കയറി മഴയായി. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഞങ്ങൾ കടലിൽ പോകുമ്പോഴും പല സീനുകൾ എടുക്കുമ്പോഴും പല ടെൻഷൻസ് ഓരോ ദിവസങ്ങളുണ്ടാകുമ്പോഴും ലൊക്കേഷൻ ചേഞ്ച് ആകുമ്പോഴും ഷൈൻ ഞങ്ങൾക്ക് വലിയ പ്രോബ്ലം ആയിരുന്നു. ഷൈൻ ഒരേ സമയം ബീസ്റ്റിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു, ഭീഷ്മിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ പടത്തിലെ ഡേറ്റ്. പക്ഷേ നമ്മൾ പറഞ്ഞ ഡേറ്റിലൊക്കെ ഷൈൻ ഇതെങ്ങനെ ഇത് എത്തണമെന്ന് ഷൈനിൻ്റെ ഡൗട്ടാണ്. അപ്പം അങ്ങനെ എനിക്കൊരു വലിയൊരു എന്താ പറയണേ, ആ ഒരു മൊമെൻറ്റം എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റേതൊക്കെ നമുക്കൊരു ഹ്യൂമൻലി നമുക്കുണ്ടാകുന്ന ഒരു സംഭവം. പക്ഷേ ബോട്ടം മൈ ഹാർട്ട് അത് ശരിക്കും ഐ കുഡ് റിയലി എൻ്റെ സാറേ ഒരു സിനിമ കണ്ടപ്പോൾ നമ്മളൊരു സെക്കുലർ വേൾഡിന് വലിയൊരു മെസ്സേജ് ഈ സിനിമ നൽകുന്നുണ്ട്. ഒരു ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഈ ഒരു സിനിമേനെ വീക്ഷിക്കുകയാണെങ്കിൽ ബൈബിളിലെ കോമൺ ആയിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഇതിനകത്തുണ്ട്. സക്കേവൂസ് ഉണ്ട്, മഗ്ദലനാമറിയുണ്ട്, 12 ശിഷ്യന്മാരുണ്ട്. അതോടൊപ്പം തന്നെ ബൈബിളിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം വളരെ ഡ്രമാറ്റിക്കായിട്ട് ഈ ഒരു ആധുനിക ലോകത്തിന് മനസ്സിലാവുന്ന രീതിയിൽ സാർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈശോനെ ഒറ്റി കൊടുക്കുന്നത്, അതോടെ പീലാത്തോസ് കൈ എഴുന്ന ഈശോയ്ക്കുണ്ടായ പ്രലോഭനം, ശരിക്കും ഒരു ബിബ്ലിക്കൽ ഒരു ഡ്രാമ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ന്യൂ ജനറേഷന് മനസ്സിലാകുന്ന ഭാഷയിൽ അവതരിപ്പിക്കുവാനാണോ സാർ ഈ സിനിമയിലൂടെ? ഞാൻ എപ്പോഴും എനിക്ക് ഈ ബൈബിളിനെ കുറിച്ച് ആത്മീയതയെ കുറിച്ചിട്ടൊക്കെ എൻ്റെ ഒരു തോന്നൽ കാഴ്ച, ഇപ്പോൾ ഈശോയെ കുറിച്ചിട്ട് അന്നത്തെ കാലത്ത് അങ്ങനെ നടന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ജീസസിൻ്റെ എല്ലാ സിനിമകളും പഴയ ആ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് നമ്മളിവിടെ കൊച്ചിയിൽ അല്ല ഇന്ത്യയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ആ ഡ്രസ്സൊക്കെ ഇട്ട് അതൊക്കെ ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള കഥാപാത്രങ്ങൾ അപ്പോൾ അവിടെ നിൽക്കുന്ന മനുഷ്യരുടെ, ഇപ്പം ഞാനിപ്പോൾ ഇതിൽ അന്ത്രയോസ് എന്ന് പറയുന്ന കഥാപാത്രം, ഇപ്പം നമ്മുടെ അന്ത്രയോസൊക്കെ അങ്ങനെ അവരുടെ ആ സമയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്ക് ഭയങ്കര സംശയമുണ്ട്. നമ്മൾ ഇവരൊക്കെ മാറിയതിന് ശേഷം കിരീടം വന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പറയണേ. ഒരു മനുഷ്യൻ്റെ പ്രോസസ്സിൽ ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിന് ഞാനിങ്ങോട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ, അതുവരെയുള്ള പ്രോസസ്സ് ഇസ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ അത് പലപ്പോഴും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടേണ്ടത്. ഇപ്പം ഞാൻ ഈ സിനിമയിൽ ഒരു സീനുണ്ട്, വിനായകനും ദേവും തമ്മിലുള്ളൊരു ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടർ അടിക്കുന്നൊന്നുമില്ല, ഒഴിഞ്ഞു മാറലും തടയലും മാത്രമേ ഉള്ളൂ. അപ്പം മനുഷ്യനും ദൈവവും തമ്മിൽ ഇത് എപ്പോഴും ഉണ്ട്. അതാണ് ആ യുദ്ധം. ഞാൻ 2 ഇമേജറി ആയിരുന്നു എൻ്റെ മനസ്സിൽ. ഒന്ന് യാക്കോബും ദൈവവും തമ്മിലുള്ള യുദ്ധം. ആക്ച്വലി മറ്റേ സീനൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ തുടയിൽ ഇങ്ങനെ തട്ടി മാറ്റുന്ന സീനൊക്കെ. പക്ഷെ അത് ആൾക്കാർക്ക് ഇതാകില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അത്രയും ഡീറ്റെയിലേക്ക് പോകും. അങ്ങനെ ഒരു സീൻ ഞാൻ അങ്ങനെ ഒരു ഫൈറ്റിൽ കൊറിയോഗ്രാഫി ചെയ്ത് ഫൈറ്റ് മാസ്റ്റർ അത് ചെയ്തിരുന്നു. ഇതാണ് മനുഷ്യനിങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇരുന്ന് എതിർക്കണം. എതിർത്ത് കഴിഞ്ഞിട്ട് ഇമ്മാനുവൽ വീണ് കഴിയുമ്പോൾ അവൻ ജയിച്ചു എന്ന് വിചാരിക്കും. പക്ഷെ എവിടെയോ ഒരു സംഭവമുണ്ട്. ഈ അന്ത്രോടെ മാറ്റം എന്നൊക്കെ പറയുന്നത് അന്ത്രോടെ ആ പോയിന്റിലല്ല മാറുന്നത്. അന്ത്രോടെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന ആ എലമെൻറ്റ് മുതലാണ് പിടിക്കുന്നത്. അതൊരു ശരിക്കും ഒരു ഇന്നർ ഹീലിംഗ് പ്രോസസ്സ് പോലെ ആ അറ്റം മുതൽ ഈ അറ്റം വരെയുള്ള. കാരണം ഇമ്മാനുവൽ എവിടെയാണ് ഇരിക്കുന്നതെന്നുണ്ട്. ഇയാൾ കുത്താനായിട്ട് വരുമ്പോൾ ഇയാൾ പാറപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അതേ സ്ഥലത്ത് തന്നെയാണ് ഈ അപ്പം നഷ്ടപ്പെട്ടിട്ട് ഈ അന്ത്രോ എന്ന് പറഞ്ഞ മകൻ ഇരിക്കുന്ന ആ സെയിം പോയിന്റിലായിരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ആകസ്മികമല്ല, ആ പുള്ളിക്കാരൻ വരുന്നുണ്ടെന്നറിയാം. അപ്പം ഇങ്ങനെ പല സന്ദർഭങ്ങളുണ്ടല്ലോ ഇത് ജീവിതത്തിൽ. ഇപ്പം ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ അത്ഭുതം, ഇപ്പോൾ ഫിഷ് എൻ്റെ വലയിൽ ഫിഷ് കുരുങ്ങുന്നു എന്ന് പറയുന്നത് അത്ഭുതമായിട്ട് തോന്നാം. ജീവിതത്തിൽ അത്ഭുതങ്ങളുണ്ടല്ലോ ഇല്ലേ? നമ്മൾ റോട്ടിലിറങ്ങുമ്പോൾ ഒരു വണ്ടി വന്ന് ഇങ്ങനെ ഇടിക്കാതെ ടക്കറി പോകുന്നു, ഇത് മിറക്കിളല്ലേ? നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. അപ്പം അതുപോലെ ഇപ്പോൾ നമ്മളെ കടൽ ശാന്തമാക്കുന്ന സമയത്ത് ആ അത്ഭുതം പുള്ളി എന്തോ പറയുന്നുണ്ട്, അങ്ങോട്ട് തിരിച്ച് എന്തോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കാണുന്നത് അശ്രാങ്കാണ്, അയാളിലേക്കാണ്. അപ്പം ലൈഫിൽ ഇതേപോലെയുള്ള കുറേ അവസ്ഥകൾ നമുക്ക് കാണിക്കണമെന്നും ഈ അവസ്ഥകളിലൂടെയൊക്കെ ഇവരെ ഓരോ കഥാപാത്രങ്ങളിൽ ഇങ്ങനെ ഒരു ആ ഒരു പ്രോസസ്സ് ഉണ്ടാകണം. അങ്ങനത്തെ ഒരു ചിന്തയാണ് പ്രധാനമായിട്ട് എന്നിലുണ്ടായത്. അപ്പോൾ അതിനെ ഒരു കണ്ടംപററി സ്പേസിലേക്ക് വളരെ വെളിച്ചമായിട്ട് അതിനെ കാണുക. അതെനിക്ക് തോന്നുന്നു വിനായകനൊക്കെ ആ കാര്യത്തിൽ വിനായകനും ദേവും ഷൈനൊക്കെ അവരുടെ കഥാപാത്രങ്ങൾ
ഭയങ്കര ഗംഭീരമായിട്ട് അവർ അതിലൂടെ കടന്നുപോയെന്ന് എനിക്ക് തോന്നുന്നു. സാറ് നേരത്തെ സൂചിപ്പിച്ചു ഈ വിനായകനും ദൈവവും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് സീൻ. അതിനകത്ത് സാറിനോട് ചോദിക്കണമെന്ന് വിചാരിച്ചൊരു ചോദ്യം, അതിനകത്ത് ഇമ്മാനുവൽ ആ ഒരു ക്യാരക്ടറിനെ പാറയോട് ഇങ്ങനെ ചേർത്ത് നിർത്തുമ്പോൾ തിരമാല ഒന്ന് അടിക്കുന്നുണ്ട്. അത് യാദൃശ്യമായിട്ട് സംഭവിച്ചതാണ്. തീർച്ചയായും അത് നമ്മളിങ്ങനെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഈ മുട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആണ്, വേവ്സ് ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ നമ്മൾ ഈ വേവ് വരുന്നതനുസരിച്ചിട്ടാണ് മൂവ്മെൻറ്റുകളെല്ലാം ഇങ്ങനെ ആ വേവ് പോയി, ഒരു വേവ് പോയി അടുത്ത വേവ് വരുന്ന സമയത്ത്. പക്ഷേ ചിലപ്പോഴൊക്കെ ഭയങ്കര ഭീകര തിരമാല വരും. ഇപ്പം ഇതിങ്ങനെ കൊണ്ടു നിർത്തിയപ്പോൾ തന്നെ ഭയങ്കര ഹൈറ്റിലൊരു തിരമാല വന്നു. അത് ആ സമയത്ത് ആക്ഷൻ അവർ നിർത്തിയില്ല. അത് വിനായകൻ്റെ ഒക്കെ ഒരു വലിയൊരു, വിനായകൻ്റെയും ദേവൻ്റെയും അവരതിൽ തന്നെ ആക്ഷൻ ചെയ്തിട്ടുണ്ടായില്ല. ഒരു ക്യാമറക്കാരൻ പേടിച്ചിട്ട് ക്യാമറ ഓഫായി പോയി. കാരണം അത്രയും ഞങ്ങളെല്ലാവരും കവർ ചെയ്തിട്ടാണ് തിരമാല അങ്ങനെ പോയത്. അത് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ഷോട്ടായിരുന്നു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു അങ്ങനെ ചില മൊമെൻറ്റുകൾ സിനിമയിൽ എപ്പോഴും കിട്ടാറുണ്ട്. ആ ഒരു സീനിൽ തന്നെയാണെങ്കിൽ ഒരു നമ്മുടെ സിനിമയുടെ ഒരു കൺവെൻഷണൽ തോട്ടിനെ ഒരു മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണ്. അത് അടി കിട്ടുന്നയാൾ തിരിച്ചു കൊടുക്കുന്നില്ല, ആൾ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും പ്രത്യേക ഒരു മെസ്സേജ് സാറ്? പിന്നെ 100%. കാരണം ഇമ്മാനുവൽ എന്ന് പറയുന്ന കഥാപാത്രം ആരെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഇമ്മാനുവൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്നേഹത്തിൻ്റെയും അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യുന്ന കോർ ഐഡിയോളജി. കാരണം അത് നടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വളരെ, ഇപ്പോൾ ഫൈറ്റ് മാസ്റ്റർക്ക് അവർക്ക് എപ്പോഴും ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ കിട്ടിയാൽ അവർക്കത് ഒരു ഫൈറ്റ് കോറിയോഗ്രഫി എളുപ്പമുണ്ടാവുള്ളൂ. ഞങ്ങളൊരു 2-3 ദിവസം അതിനെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ഈവൻ വിനായകനായിട്ടോ വാഗ്വാദങ്ങളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഒറ്റ കാര്യത്തിൽ ഉറച്ചു വന്നു, ഒന്നുകിൽ ഈ ഫൈറ്റ് നമ്മൾ ക്യാൻസൽ ചെയ്യും, ഞാൻ ഷൂട്ട് ചെയ്യില്ല. അതല്ലെങ്കിൽ ഇതിൻ്റെ കോറിയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറലും ജസ്റ്റ് തടുക്കലും മാത്രമേ പാടുള്ളൂ. ഒരു പോയിന്റിൽ പോലും അയാൾ തിരിച്ചടിക്കരുത്. അത് തിരിച്ചടിക്കില്ല, അടിക്കാൻ പാടില്ലെന്നുള്ള ഉറച്ച ബോധ്യം എൻ്റെ ഉള്ളിലുണ്ട്. അത് ഞാൻ കാരണം നമ്മൾ ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പറയുന്ന ഒരു കാര്യം അതാണ് കോർ ഐഡിയ. അത് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സത്ത പോയല്ലോ. ഇമ്മാനുവലിനെ സംബന്ധിച്ചിടത്തോളം ഒരു അടിയൊന്നുമല്ല ആൾക്കാർ വെറുതെ തൊട്ടാൽ. അതുകൊണ്ടാണ് അവസാനം ഇമ്മാനുവൽ തോറ്റു എന്ന് വിചാരിക്കുന്നിടത്ത് പോലും ഒരു നോട്ടം മാത്രമുള്ള ഒരു കണക്ട്. പിന്നെ സീൻ നമ്മൾ ഷോട്ട് നമ്മൾ കാണാമല്ലോ, പുള്ളിയാളുടെ ഷോട്ടിൽ കിടക്കുകയാണ്, അത്രയേ ഉള്ളൂ. അതിൽ നിസ്സാരമല്ലേ? അത്രയ്ക്ക് ആർത്തിരമ്പി വരുന്നൊരു കടലിൻ്റെ മുൻപിൽ ഇങ്ങനെ ഒരു നോട്ടം നോക്കുന്ന മനുഷ്യന് ഇയാൾ ഇടിക്കേണ്ട കാര്യമുണ്ടോ? അത് ഇടി ഏറ്റുവാങ്ങുക എന്ന് പറയാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അത് ചെയ്യുന്ന സമയത്ത് ഈ മറ്റേതൊക്കെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഈ ഞാൻ നേരത്തെ പറയാം, യാക്കോബും ദൈവവും തമ്മിലായിട്ടുള്ള യുദ്ധവും പിന്നെ ഗാഗുൽത്താമലയിലേക്കുള്ള പോക്കൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ വൈൽ ഷൂട്ടിങ്. കാരണം അയാളെ എങ്ങനെയൊക്കെയായിരിക്കും. അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞു, നിങ്ങൾ ഹെയറൊക്കെ ഇങ്ങനെ വരണം, അങ്ങനെ വീഴണം, അങ്ങനത്തെ ഒരു മനുഷ്യൻ എങ്ങനെയാണോ ഗാഗുൽത്താമലയുടെ ആ യാത്രയുടെ ഇതുണ്ടായിട്ടുള്ള അങ്ങനത്തെ ഫീലുകൾ കൊണ്ടുവരിക, അത് ഏറ്റുവാങ്ങുക ഫുള്ള്. അതുകൊണ്ട് തന്നെ മ്യൂസിക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും, മ്യൂസിക് ഒരു പാത്തോസ് പോലെയാണ്, ഒരു ഓർക്കസ്ട്രൽ സംഭവമാണ് ഇങ്ങനെ വന്നത്. അത് ഫൈറ്റിൽ നമ്മൾ ഒറ്റ കാര്യം, ഫൈറ്റിൽ ത്രില്ലല്ല, ഈ ഫൈറ്റിൽ പെയിനാണ് വേണ്ടത്. ഫൈറ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ സങ്കടമാണ് വരുന്നത്. ബാക്കി ഞാൻ 2 ഫൈറ്റ് അങ്ങനെയല്ല എടുത്തിരിക്കുന്നത്. ബാക്കി 2 ഫൈറ്റ് ഞാൻ നമ്മൾ ഉദ്ദേശിച്ചത് ഇങ്ങനെ അടി അങ്ങനെ തന്നെ ഫീൽ ചെയ്തിരിക്കണം. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ്, ഓരോ പേർപ്പസ് അങ്ങനെ തന്നെയാണത്. ഈ സിനിമയിൽ ഈ കർത്താവ് അല്ലെങ്കിൽ എമ്മാനുവൽ എന്നൊരു ക്യാരക്ടറിനെ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തി പിന്നീട് ആ പഴയ ഒരു ജീവിതശൈലിയിലേക്ക് പോകുന്നില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ സ്പർശിച്ച ആ ഒരു സ്രാങ്ക്, ആ ഒരു ക്യാരക്ടർ, ആ ഒരു അത്ഭുതം നടന്നതിന് ശേഷം പാപിനിയായ സ്ത്രീയുടെ അടുത്ത് വരുന്നു. അപ്പോൾ ആൾക്ക് പാവം ചെയ്യാൻ പറ്റുന്നില്ല, നേരെ കർത്താവിലേക്ക് പോകുന്നു. അതങ്ങനത്തെ ഒത്തിരി സംഭവങ്ങൾ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു ഇൻസ്പയറിംഗ് ആയിരുന്നു ശരിക്കും സിനിമ കണ്ടപ്പം. അതൊരു വലിയൊരു മെസ്സേജ് തന്നെയല്ലേ അതിലൂടെ? അത് പ്രകാശം തരുന്ന വ്യക്തികൾ, ആ പ്രകാശം നമ്മൾ കൃത്യമായിട്ട് ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എന്താ പറയുന്നത്, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നമുക്കിതൊക്കെ പറയാൻ പറ്റും. എനിക്ക് എപ്പോഴും തോന്നുന്നു നമുക്കത് പറയാൻ എളുപ്പം. പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇത് റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ എനിക്കിത് നിങ്ങളുടെ അടുത്തൊക്കെ വലിയ ക്യാമറയുടെ മുമ്പിലൊക്കെ വലിയ പ്രശ്നമൊക്കെ നടത്താൻ പറ്റും. ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ലൊക്കേഷനിൽ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളോട് ആയിട്ടുള്ള ബന്ധത്തിൽ എനിക്കിത് റിയാക്ട് ചെയ്യുന്നുണ്ടെന്ന്, അവിടെയാണുള്ള റിയാക്ഷൻ. സ്രാങ്ക് അവിടെയാണ്. സ്രാങ്കിൻ്റെ ഏറ്റവും അയാൾക്ക് അപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് അയാൾ അവിടെ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അയാൾ അവിടെ വരില്ല. മനുഷ്യനെപ്പോഴും അങ്ങനെയാണല്ലോ. മദ്യപാനം ഞാൻ നിർത്തിയെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ബാറിലൊന്ന് പോയിട്ടുണ്ടാവും, പോയിരിക്കും. പക്ഷെ അത് ചിലപ്പോൾ ഓർഡറും ചെയ്യാം.
കുടിക്കുന്ന മൊമെൻറ്റിൽ മുമ്പ് വരെ അതിന് സ്പേസ് ഉണ്ട്. അല്ല അപ്പം അതൊരു ഉള്ളിൽ നടക്കുന്നൊരു സംഘടനമാണ്. അതിങ്ങനെ ഇങ്ങനെ പോകേണ്ടതാണ്. ഈ അതിനകത്ത് ശിഷ്യന്മാർ അതിനകത്ത് ജോൺ എന്നുള്ളൊരു ക്യാരക്ടർ വളരെ വ്യത്യസ്തമായിട്ട് സാർ അത് അവതരിപ്പിച്ചത്. പ്രത്യേകിച്ച് നമ്മുടെ ജോണിനെ കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള ആളുടെ ആ ഒരു ബോഡി ലാംഗ്വേജും അതൊക്കെ വളരെ വ്യത്യസ്തമായി സാർ അവതരിപ്പിച്ചു. എന്തുകൊണ്ട് ജോണിനെ ഈ 12 പേരുടെ കൂടെ അല്ലെങ്കിൽ ഈ ആ ഗ്യാങ്ങിൻ്റെ കൂടെ കൂട്ടിയില്ല? ഒരു വ്യത്യസ്തമായ രീതിയിൽ ജോണിൻ്റെ ഞാൻ ചിന്തിച്ചത് സ്നാബിയോണൻ്റെ കാര്യമല്ലേ അല്ലേ? അല്ലേ? ഈശോയുടെ ഒരു കൂട്ടുകാരെ അതെ. അപ്പോൾ ജോണിൻ്റെ ക്യാരക്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചത് എന്താണ് ജോണിൻ്റെ പർപ്പസ്? ചരിത്രത്തിലും ബൈബിളിലൊക്കെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ജോണിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇവന് വഴി തുറക്കുക, അവന് സ്പേസ് ഉണ്ടാക്കുക. അതുകൊണ്ടാണ് ജോണിൻ്റെ വീട്ടിൽ വന്ന് ഇയാൾ താമസിക്കുന്നത്. നീ ഇവിടെ താമസിച്ചോ, ഇതാണ് നിൻ്റെ ഇടം കാണിച്ചു കൊടുക്കുന്ന ഒരാളായിട്ടാണ് ജോൺ വരുന്നത്. അത് ഇവർ കണ്ടുമുട്ടുന്ന സ്ഥലവും നമുക്കറിയാം. ആ ഒരു പുഴയുടെ അരികിൽ വന്നിട്ടാണ് കണ്ടുമുട്ടുന്നത്. ഇവർ ഇറങ്ങി വരുമ്പോൾ ഞാനൊരു സ്കൈയുടെ ഷോട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇവർ കെട്ടിപ്പിടിക്കുമ്പോൾ ഒരു കട്ട് പോകുന്നത് ബ്യൂട്ടിഫുൾ ബ്ലൂ സ്കൈയിലേക്കാണ് ആ കട്ട് പോകുന്നത്. അവിടെ എന്തോ ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. ജോൺ എന്ന് പറയുന്നത് അതൊരു റെവല്യൂഷണറി ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ആ ഒരു ക്യാരക്ടർ. അതെ. അയാൾ അവസാനം അയാളുടെ തല വിച്ഛേദിക്കപ്പെട്ട് റെയിൽവേ ട്രാക്കിൽ കിടക്കുന്നതിൻ്റെ പടം കാണുന്നുണ്ട്. അത് എന്താണ് അയാളിൽ സംഭവിക്കുന്നത് എന്നുള്ളൊരു സംഭവം കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ജോൺ ഇവരുടെ കൂടെ മൂവ് ചെയ്യേണ്ട കാര്യമില്ല. ജോൺ ഒരു വഴി കാണിച്ചു കൊടുത്തത് ഇതാണ് നിൻ്റെ വഴി എന്ന് അത് കാണിച്ചു കൊടുത്ത് അയാളുടെ ജോലി കഴിഞ്ഞു. ഇനി ഇമ്മാനുവലിന് ഇവരുടെ കൂടെയുള്ള ജീവിതമാണ് വേണ്ടത്. നമ്മുടെ ഈ ക്യാരക്ടർ സെലക്ഷൻ ഒരു ഉദാഹരണം പറയുന്നത് നമുക്ക് വിനായകൻ അതോടൊപ്പം തന്നെ ഷൈൻ അവരുടെ ഒരു സിനിമയിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് നമ്മുടെ മനസ്സിലൊരു പൊതു ബോധമുണ്ട് ശരിക്കും മലയാളികളുടെ മനസ്സിൽ. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ഫസ്റ്റ് ട്രെയിലറൊക്കെ വന്നപ്പം ഇത്തരത്തിലുള്ളൊരു തീമാണ് സിനിമ നൽകുന്ന ഒരിക്കലും ഒരു പ്രേക്ഷകന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഒരു ഈശോയുടെ ഒരു ശിഷ്യന്മാർ അല്ലെങ്കിൽ ഒരു മെസ്സേജ് തരാൻ വേണ്ടിയിട്ട് ഇവരെ തിരഞ്ഞെടുക്കാൻ ഇടയായ സാഹചര്യം എന്തായിരുന്നു? ഷൈൻ അതോടൊപ്പം തന്നെ വിനായകൻ അതുപോലത്തെ മിക്കവാറും ഒരു നെഗറ്റീവ് റോൾസൊക്കെ അവതരിപ്പിക്കുന്ന വ്യക്തിത്വങ്ങളെ തിരഞ്ഞെടുക്കാൻ ഏറ്റവും പ്രൈമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ബ്രില്യൻ്റ് ആക്ടേഴ്സാണ്. അതാണ് അതിൻ്റെ പ്രൈമായിട്ടുള്ള എലമെൻറ്റ്. കാരണം ഗംഭീരമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും റിയാക്ട് ചെയ്യാൻ പറ്റുന്ന ആക്ടേഴ്സാണ്. പിന്നെ വിനായകൻ ഞാനും വിനായകൻ തമ്മിൽ 10-25 കൊല്ലത്തെ നല്ല സുഹൃത്ത് ബന്ധമുള്ള 2 പേരാണ്. വിനായകൻ്റെ അടുത്ത് ഞാനിങ്ങനെ വീട്ടിൽ വന്നിട്ട് വിനായകൻ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, നമ്മളത് ചെയ്യണം എന്ന് പറയുമ്പോൾ അപ്പം തന്നെ ഓക്കെ. കഥയുടെ ബാക്കി കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. അതെന്താ വെച്ചാൽ നമുക്ക് ചെയ്യാമല്ലോ, അതെന്താ പറയുക, എന്താ വെച്ചാൽ നമുക്ക് ഇത് ചെയ്യാം എന്ന് പറഞ്ഞാണ് പിന്നീട് ഞങ്ങൾ കഥയുടെ ചർച്ചകളിലേക്കൊക്കെ കടക്കുന്നത്. അത് നിങ്ങൾ നോക്കിയിട്ട് പറ എന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ ഷൈൻ പക്ഷേ എൻ്റെ അടുത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് കഥ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതാണ് നിങ്ങളുടെ കഥാപാത്രം, പത്രോ എന്നാണ് നിങ്ങൾ വിളിക്കുന്നത്, ഇതാണ്. അപ്പോൾ കുറേ സംശയങ്ങൾ പുള്ളി ഇങ്ങനെ ബിബ്ലിക്കലായിട്ട് ബൈബിളിനെ കുറിച്ചിട്ട് കുറേ നേരം ഞങ്ങൾ 10 മിനിറ്റ് കഥാപാത്രം പോലുള്ളൂ. അത് കഴിഞ്ഞിട്ട് പല പ്രാവശ്യങ്ങളും ഞങ്ങൾക്ക് ഷൈനെ മാറ്റം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. കാരണം ഈ പടങ്ങളുടെ പ്രശ്നങ്ങൾ വന്നിട്ട് ഡേറ്റുകൾ ഇഷ്യൂ ആയിട്ട് പലപ്പോഴും അപ്പം ഞാൻ ഒക്കെ ചോദിക്കുമ്പോൾ ഷൈൻ എന്നെ വിളിച്ചു പറയും ഞാൻ എന്താണെങ്കിലും പടത്തിൽ അഭിനയിക്കുന്നുണ്ട്. പിന്നെ അവർ ആ കഥാപാത്രം നമ്മൾ ഡിസൈൻ ചെയ്ത കഥാപാത്രങ്ങൾ ജനങ്ങൾക്ക് ക്യുക്കായിട്ട് എത്താനായിട്ട് അവർ ഓക്കെയാണ്. ഇപ്പോൾ അന്ത്രോടൊക്കെ ജീവിതത്തിലുണ്ടായിരുന്ന മാറ്റം ഒക്കെ ആ മാറ്റം കാണാൻ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഒരു കാര്യം കൂടി എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റേ പത്രുവിൻ്റെ ജീവിതത്തിൽ ആളുടെ ഒറ്റൊരു ഡയലോഗുണ്ട്, ഞാൻ ആരെന്നാണ് നീ പറയുന്നത്. പ്രോഗ്രാം കാണുന്നവർ പല സിനിമ കണ്ടിട്ടുണ്ടാവില്ല, അവരുടെ സിനിമയിലൂടെ തന്നെ അതിൻ്റെ ഒരു അത് വലിയൊരു സ്പർശിക്കുന്ന ഒരു ഡയലോഗ്. അത് കാരണം അതിലൊരു ഷോട്ട് ഇയാൾ മീൻ പിടിച്ചു വന്നു കഴിഞ്ഞിട്ട് ഇയാളത് കഴിഞ്ഞിട്ട് പലരും എന്നോട് എന്താ കരയിക്കായിരുന്നില്ല. കാരണം കരയിലൊന്നല്ല, അയാൾ ഈ തല തോർത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ മൂടുന്നുണ്ട്. അയാൾക്ക് ഒന്നും പറയാനില്ല അവിടെ. അതായത് മീൻ കൊണ്ടുവന്നിട്ട് ഭാര്യ ഓടി. കാരണം ഇയാളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു, ഇയാൾ പറയുന്നത് ഈ ഓട്ടക്കൈയിൽ എങ്ങനെ മീൻ കുരുങ്ങും, എന്തിനാണ് ഈ വഞ്ചി നിറച്ച് മീൻ വന്നത് എന്നതിൻ്റെ ഉത്തരം എന്ന് വെച്ചാൽ ഒട്ടക്കൈ എന്ന് പറഞ്ഞാൽ അതൊരു മെറ്റീരിയൽ കാര്യം മാത്രമല്ല, ഒരു ശൂന്യനായിട്ടുള്ളൊരു മനുഷ്യൻ്റെ വഞ്ചിയിൽ മീൻ നിറയുന്നൊരു സമയം. അത് വിനായകൻ 2 സ്ഥലത്ത് അങ്ങനത്തെ ഡയലോഗ് പറയുന്നുണ്ട്. ഒന്ന് വാക്ക് മാറി അടി കിട്ടാനും നീര് മാറി മീൻ പെടാൻ അധികം സമയമൊന്നും വേണ്ട. പിന്നീട് ഒരിക്കലും പറയണ്ട സമയം മാറി അധികം സമയമൊന്നും വേണ്ട.
ഈ ടൈമാണ് ആ ടൈം ദ ടൈം ഓഫ് ഗ്രേസ്. അത് അയാൾക്ക് വന്ന് പിന്നെ അയാളിങ്ങനെ സ്പീച്ച്ലെസ് ആയി പോവാണ്. അയാൾക്കൊന്നും പറയാം. അവസാനം അയാളിങ്ങനെ ഭാര്യ വന്നിട്ട് ഇങ്ങനെ നോക്കി, ഭാര്യയോട് ഒന്നും പറയണല്ലോ, ഇങ്ങനെ നോക്കിയിട്ട് അയാളിങ്ങനെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നടക്കുകയാണ്. എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട്, കാരണം ഷൈൻ ആ ഏരിയ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നൊക്കെ ഉള്ളത് വലിയ, കാരണം അവിടെയൊക്കെ ഡയലോഗുകൾ കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. ഞാൻ ഇതിൽ ഈ സിനിമയിൽ ബൈബിൾ വാചകങ്ങളായിട്ടൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഈ വാചകങ്ങളുടെ ഇൻ്റർപ്രിട്ടേഷനോ ഈ വാചകങ്ങളുടെ അന്തസത്തകൾ മാത്രമേ ഉപയോഗിച്ചു. ഞാൻ കറക്റ്റായിട്ട് അത് ഞാൻ ത്രൂ ഔട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ അതിലൂടെ വീണ്ടും സിനിമ വാച്ച് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അതിന് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഓരോ സാധനം എടുത്തിട്ട് അതിൻ്റെ എസെൻസ് എവിടെയാണ്. ഇപ്പോൾ പത്രം ഇങ്ങനെ ഇതിൽ കൂടെ പുള്ളി മറ്റേ ടോർച്ചായിട്ട് ഒക്കെ വന്നിട്ട് ഇയാൾ പറയുന്നുണ്ടല്ലോ, ആ തട്ടി വീഴണ്ട എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ പുള്ളി ഇത്രയും കാലം ഇതിൽ കൂടെ പോയിക്കൊണ്ടിരുന്നത്, എനിക്കിത് തന്നെ മതി. അങ്ങനെയൊക്കെയുള്ള അപ്ലിക്കേഷനുള്ള സ്പേസുകൾ നമ്മൾ ഉപയോഗിക്കുക, കണ്ടെത്തുക എന്ന് പറയുന്നതാണ് കൂടുതൽ ട്രൈ ചെയ്തത്. ഈ മാനുവൽ ആ ഒരു ക്യാരക്ടർ ഒരു വിമർശന ബുദ്ധിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മളൊരു ഈശോയുടെ ഒരു ക്യാരക്ടറാണ് അതിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. പക്ഷെ ഒരു സീനിൽ പോലും ഇമ്മാനുവൽ പ്രാർത്ഥിക്കുന്നതായിട്ട് സിനിമയിൽ കാണുന്നില്ല. അതോടൊപ്പം തന്നെ ഒരു ക്രൈസ്തവ ദേവാലയം ഒന്നും കാണിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അല്ല, ക്രൈസ്തവ ദേവാലയം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തിട്ടുള്ള ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇമ്മാനുവലിൻ്റെ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. ഇമ്മാനുവലിൻ്റെ പ്രാർത്ഥന എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ കാണുന്ന കൺവെൻഷനായിട്ടുള്ള കണ്ണടപ്പ് നമ്മൾ കണ്ടില്ല എന്നേ ഉള്ളൂ. മനസ്സിലായല്ലോ? ഇപ്പോൾ ഇതിൽ ഭക്ഷണമൊക്കെ കടലിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളിയുടെ ഒരു ഇതുണ്ട് പ്രാർത്ഥന. അപ്പോഴാണ് ആദ്യമായിട്ട് യാക്കോബ് ശ്രദ്ധിക്കണത്, എന്താ ഇയാൾ ഇങ്ങനെ ചെയ്യണത്. പിന്നെ കടലിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ അയാൾ അങ്ങോട്ടേക്ക് മാറി നിന്നിട്ടുള്ള ഒരു സംഭവമുണ്ട്. അന്ത്രോ വരുന്നതിന് മുമ്പ് അയാൾ അന്ത്രോയുള്ള ഫൈറ്റിന് മുമ്പ് ആ പാറപ്പുറത്തുള്ള പുള്ളിയുടെ ഇരിപ്പ്, അങ്ങനെയുള്ള പല 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 സ്ഥലങ്ങളിലുള്ള അവിടെയൊക്കെ ഇതാണ് സംഭവിക്കുന്നത്. അങ്ങനെ പല പല സ്ഥലങ്ങൾ, ആസറിൻ്റെ ഭാഗത്താണ്, പല സ്ഥലങ്ങളിലും ഇതാണ് സംഭവിക്കുന്നത്. നമ്മൾ കണ്ടുപരിചയിച്ചിട്ടുള്ള ഒരു ഇത് ജെസ്ചർ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മൾ കുറേ കാലങ്ങളിലൂടെ നമ്മൾക്ക് ചില ജെസ്ചറിൽ ഇത് ഇങ്ങനെയാണെന്ന് തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ട്. കണ്ണടച്ച് കൈ കൂപ്പുമ്പോൾ അത് പ്രാർത്ഥനയാണെന്നും, ഇങ്ങനെ ഒരാൾ വെറുതെ ഇങ്ങനെ കണ്ണുറന്ന് നടന്നു പോകുമ്പോൾ അത് പ്രാർത്ഥിക്കുന്നുണ്ടാവും ഡൗട്ടൊക്കെ തോന്നുന്നത് അത് ജെസ്ചർ ബേസ്ഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയല്ലല്ലോ ഒരിക്കലും, ലൈഫിൽ അങ്ങനെയല്ല. പിന്നെ സാറിന് നമുക്ക് ഈ ഒരു ക്രിസ്ത്യൻ സ്റ്റോറീസ്, ഇപ്പോൾ ബിബ്ലിക്കലായിട്ടുള്ള ഒരു പശ്ചാത്തലം മനസ്സിലുള്ളവർക്ക് പെട്ടെന്ന് ഇതിൽ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആശയം പെട്ടെന്ന് മനസ്സിലാവും. ഈ സെക്കുലർ വേൾഡ് ഇത് എത്രമാത്രം സ്വീകരിക്കും എന്നൊരു ആശങ്ക സാറിനുണ്ട്? ഞാനേ ഇതിന് ക്രിസ്ത്യൻ കഥ പിന്നെ നോൺ ക്രിസ്ത്യൻ കഥ എന്നൊന്നും ഞാനിതിനെ വേർതിരിക്കലല്ല. ഇത് ഹ്യൂമാനിറ്റിയുടെ കഥയാണ്, മനസ്സിലായോ? അതിൽ സെക്കുലർ എത്രയോ നല്ല മനുഷ്യർ അവരൊരു സംഭവമാണ് കാണുന്നത്. ഈ സംഭവം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്കറിയാത്തത് ഇതിപ്പോൾ നിങ്ങൾ ക്രിസ്ത്യനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് ചോദിക്കും, അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കും എന്താ സാധനം, അതെന്ത് മറ്റേ ആൾ മരിച്ച ആൾക്ക് പിന്നെ എന്താ പറ്റിയത്, അതാരത്. അപ്പോൾ അയാൾ പറഞ്ഞു കൊടുക്കും, അയാളുടെ ഉത്തരവാദിത്തമുള്ള പറഞ്ഞു കൊടുക്കും, അതിതാണ്. ഓ ശരി, അപ്പോൾ ഇതെന്താ മറ്റേ സീൻ എന്താ, ഇതാണ് കമ്മ്യൂണിക്കേഷൻ. ഇത് നാച്ചുറലായിട്ട് വരണം. എൻ്റെ സിനിമ ഞാൻ അഹങ്കാരത്തിൽ പറയുന്നതല്ല കേട്ടോ. എൻ്റെ സിനിമ എന്നല്ല പറയേണ്ടത്, ഈ സിനിമ 12 എന്ന് പറയുന്ന സിനിമ പൂർത്തിയാകുന്നത് ഈ സംഭാഷണത്തിലാണ്. കാരണം തിയേറ്ററിൽ തീരുന്ന സിനിമയല്ല അത്, ഉറച്ചു ഉള്ള വിശ്വാസം എനിക്കുണ്ട്. തിയേറ്ററിൽ ഈ സിനിമയുടെ പകുതിയെ നടക്കുള്ളൂ, ബാക്കി പകുതി അന്ന് രാത്രിയുള്ള അവൻ്റെ ജീവിതത്തിലും അതിനുശേഷം അവൻ സംസാരിക്കുന്ന അവരുടെ പലരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെയാണ് ഈ സിനിമ എന്താണെന്ന് മനസ്സിലാക്കുക. ഈ സിനിമയുടെ ഓരോ സിനിമയ്ക്കും ഓരോ ഡിസൈനാണ്. പ്രേക്ഷകൻ ഇങ്ങനെ ഞങ്ങളെപ്പോലുള്ളവർ എന്ന് പറഞ്ഞാൽ സംവിധായകരും എഴുത്തുകാരും ഇങ്ങനെ ഭയങ്കര പ്രഷറൈസ് ചെയ്യാണ്. ഇത് ഇവിടെ വെച്ച് തീരണം എന്ന് പറഞ്ഞത്, ഇവിടെ വെച്ച് ഒരു ആർട്ട് അവിടെ വെച്ച് തീരില്ല. ഒറ്റ കാഴ്ചയിൽ തീരുന്നതല്ല കല എന്ന് പറയുന്നത്, അല്ല ഒറ്റ കേൾവിയിൽ തീരുന്നതല്ല കല. അത് അസംബന്ധമാണത്. അത് കുറച്ച് കഴിയും, അതങ്ങനെ പ്രൊലോങ് ചെയ്യും, കുറച്ചുകൂടി ഇങ്ങനെ പോകും, എന്നിട്ട് അത് എത്തിയിട്ടുള്ളൂ. അപ്പോൾ അത് ഈ സിനിമയിലും ഉണ്ടാകുന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. പലപ്പോഴും സാർ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ സിനിമയുടെ ഒരു കൺവെൻഷണൽ തോട്ട്സിനെയൊക്കെ പൊളിച്ചെടുക്കുന്ന ഒരു ശൈലി സാറിൻ്റെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതോടൊപ്പം തന്നെ
അതിൻ്റെ ഒരു ക്ലൈമാക്സും നമ്മളിപ്പോൾ പ്രേക്ഷകർ നിലയിൽ ഞാനത് സിനിമ കണ്ടപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന വില്ലനെ ഇപ്പം അടിച്ചു തകർക്കും എന്നുള്ളൊരു രീതിയിലുള്ള പക്ഷേ വ്യത്യസ്തമായൊരു ക്ലൈമാക്സാണ്. അതിനൊരു എന്താ പറയുക, ഒരു അസാമാന്യ ധൈര്യം തന്നെ ശരിക്കും വേണം. ആ ഒരു ചലഞ്ച് ചെയ്ത് എങ്ങനെ അത് ചെയ്തു? ആ ഒരു നമ്മളെപ്പോഴും ഹീറോ എന്ന് പറയുന്നത് അത് നമ്മുടെ ലോകത്തിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ഐഡിയ ആണ്. വിജയം എന്ന് പറയുന്നതിൻ്റെ പാരാമീറ്റേഴ്സ് അല്ലേ? വിജയം എന്ന് പറയുന്ന പാരാമീറ്റേഴ്സ് എന്താണ്? ഗാന്ധി വെടികൊണ്ട് മരിച്ചു. അത്രയും വലിയ മഹാനെന്ന നിലയിൽ ഗാന്ധി വിജയിച്ചു ഇല്ലയോ? ഗാന്ധി അവർ വെടിവെക്കാൻ പറ്റുമ്പോൾ പുള്ളിയുടെ ഉണ്ടായിരുന്നു മെഷീൻകാരെടുത്ത് പുള്ളി വെടിവെച്ചു, അല്ലെങ്കിൽ അയാളെടുത്ത് മലത്തിയടിച്ചു. അത് ഐഡിയോളജിയിൽ വരുന്ന ഒരു ഐഡിയോളജിയിലല്ല. ഈ വിജയത്തിനെ നമ്മളുടെ ഇടയിൽ ഇങ്ങനെ നമ്മൾ കാണുന്ന ഒരു വലിയ നമ്മൾ പറയില്ല ഇങ്ങനെ കഷ്ടപ്പെട്ട് അങ്ങനെയുള്ള കഥകളൊക്കെ കേൾക്കുന്നത് എനിക്ക് പ്രശ്നമാണ്. കഷ്ടപ്പെട്ട് വളർന്നു വന്ന് പിന്നീട് 10 ഏക്കർ സ്ഥലം മേടിച്ച് വലിയ വീട് വെച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് ബെൻസ് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അയാൾ ഭയങ്കര ഹീറോ, സക്സസ്ഫുള്ളായി. ഇങ്ങനെ പറഞ്ഞ് കുറേ കാലമായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടേ അത് പള്ളിയിൽ എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഇടവക എന്ന് പറയുന്നത് ഏറ്റവും ഗംഭീര പള്ളി വെച്ചവരെ ആയി മാറി. അവിടെയാണ് ഹീറോ സങ്കല്പം മാറുന്നത്. നമ്മളുടെ ഇതിലുള്ള ഹീറോയുടെ സങ്കല്പം അതല്ലല്ലോ, അങ്ങനെ ആകരുതല്ലോ. അപ്പോൾ ആ സങ്കല്പം തന്നെയാണ് ഇതിൽ. അതിപ്പോൾ ഞാൻ പറഞ്ഞു, അത് സിനിമ വന്ന് കാണുക. അപ്പോൾ അത് സിനിമ വന്ന് കാണുമ്പോൾ അവിടെ ഹീറോയുടെ സങ്കല്പം എന്തായിരുന്നു എന്നുള്ളത് വ്യക്തമായിരിക്കും. അത് ഇത്തരം ഒരു നല്ലൊരു മെസ്സേജ് തരുന്ന ഒരു സിനിമ എടുക്കണമെങ്കിൽ തീർച്ചയായും സാറിന് നല്ലൊരു ശക്തമായൊരു ദൈവാനുഭവത്തിൻ്റെ ഒരു വെളിച്ചത്തിൽ ഈ ഒരു സിനിമ ഇതുപോലത്തെ ഒരു മെസ്സേജ് തരുന്ന ഒരു സിനിമ എടുക്കാൻ സാധിക്കില്ല. സാറൊരു സിനിമാ സംവിധായകനാണ്, മലയാള ചലച്ചിത്ര മേഖലയിൽ സിനിമാ സംവിധായകനാണ്, അതോടൊപ്പം തന്നെ അടിയുറച്ച ദൈവവിശ്വാസി കൂടിയാണ്. സാർ ഈ ദൈവാനുഭവത്തിലേക്ക് കടന്നു വരാനിടയായ സാഹചര്യം? ഞാൻ ആക്ച്വലി ജീസസ് യൂത്ത് എന്നൊക്കെ പറയുന്ന മൂവ്മെൻറ്റിലൂടെ വളർന്നു വന്നിട്ടുള്ള ഒരാളാണ്. അതിലൂടെയാണ് എനിക്ക് സത്യത്തിൽ പല ബോധ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ളത്. എൻ്റെ ദൈവാനുഭവം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ദിവസം കൊണ്ട് കിട്ടിയതെന്നോ ഒരാഴ്ച കൊണ്ട് കിട്ടിയിരുന്നോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഓവർ ദ ഇയേഴ്സ്, ഇന്നലെയും ഇന്നും നാളെയൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം നമ്മൾ, മനസ്സിലായ. പക്ഷേ അത് നമ്മുടെ കുറേ കാര്യങ്ങൾ കുറേ വ്യക്തികൾ നമ്മളെ അതിനെ സ്വാധീനിച്ചിട്ടുണ്ട്, അതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ആ സത്യം കണ്ടെത്താനും ലൈഫിനെ വേറെ രീതിയിൽ ചിന്തിക്കാനും ബൈബിൾ നമ്മളെ വളരെയധികം, ഈ ബൈബിൾ വായന ചെറിയ രീതിയിലുള്ള മെഡിറ്റേഷൻസ്. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ അങ്ങനെയാണ് ഞാൻ പതുക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കണ്ടെത്തുകയും ഇടയ്ക്ക് നമ്മളിങ്ങനെ ഒന്ന് വഴിതെറ്റിപ്പോവും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ അങ്ങനെയല്ല ഞാൻ പറയാം, നമ്മുടെ തോട്ട് പ്രോസസ്സിൽ അങ്ങനെ ഒരു കുറേ വ്യക്തികൾ നമ്മളെ ഹെൽപ്പ് ചെയ്തു, കുറേ പ്രസ്ഥാനങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്തു, നമ്മുടെ പള്ളികൾ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അൾട്ടിമേറ്റ്ലി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഹ്യൂമനെ നമ്മളിങ്ങനെ നമ്മുടെ എക്സിസ്റ്റൻസും നമ്മുടെ പർപ്പസൊക്കെ കണ്ടെത്താനുള്ളതായിട്ടുള്ളൊരു ജേണിയാണ്. നമ്മളെവിടെയെങ്കിലുമൊക്കെ വെച്ച് നേരത്തെ കണ്ടെത്തിയിട്ടുള്ള ഒരു മഹാന്മാർ മരിക്കുന്നതിന് മുൻപ് കണ്ടെത്തുന്ന ഒരു അനുഗ്രഹീതർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് അതിൻ്റെ ഒരു ജേണി. അവസാനമായിട്ട് നമുക്ക് ഈ ചലച്ചിത്ര മേഖല പലപ്പോഴും സാധാരണക്കാരുടെ മനസ്സിലൊരു പിക്ചറുണ്ട്. ഈ ഒരു സ്പിരിച്വാലിറ്റിയും അതായത് ക്രൈസ്തവ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നു, അതോടൊപ്പം തന്നെ ചലച്ചിത്ര പ്രവർത്തനം, അതെങ്ങനെ ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അതൊക്കെ എല്ലാവരും ഒരു വൈദികര് തന്നെ പ്രശ്നമുണ്ടാവും, പുള്ളിയുടെ റിയലായിട്ടുള്ളത്. അപ്പോൾ അതൊന്നും എനിക്കങ്ങനെ വലിയൊരു പിന്നെ ഞാൻ ഈ 2 എണ്ണം ഇങ്ങനെ മാറ്റിക്കാണാനും ആഗ്രഹിക്കുന്നില്ല കേട്ടോ. ഈ ക്രൈസ്തവ മൂല്യങ്ങൾ എവിടെയുണ്ടോ അതൊക്കെ ക്രൈസ്തവം തന്നെയാണ്. ഇത് രണ്ട് സാധനങ്ങളൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും അതിനെ വേർതിരിച്ച് കാണേണ്ട കാര്യമില്ല. നമ്മൾ ട്രൂ ആകുക എന്നുള്ളൂ. നമ്മൾ നമ്മുടെ ഉള്ളിലെ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വലിയ നമ്മളെന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെന്താണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, അത് എല്ലായിടത്തും ചില കാര്യങ്ങൾ നമുക്ക് നോ പറയേണ്ടതായിട്ട് വരും. ചില ഐഡിയോളജിയിൽ അതൊരു റെസ്പെക്റ്റ്. ഇപ്പോൾ ഞാൻ ഈ സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. നമുക്ക് ചില കാര്യങ്ങൾ ഞാൻ അതിലേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്.
അവർ നമ്മളെ വലിച്ചു പിടിച്ചാൽ അല്ല അത് പറ്റൂല എന്ന്, അതല്ല, അവർ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പഴയ കാലത്തൊക്കെ ആയിരിക്കും അതൊക്കെ കുറച്ച് മോശം. പുതിയ കാലഘട്ടത്തിലൊക്കെ ആൾക്കാർക്ക് കുറേ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര റെസ്പെക്റ്റാണ്, ഹ്യൂമൻ റെസ്പെക്റ്റ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് അത് വലിയൊരു പ്രോബ്ലമായിട്ട് എനിക്കങ്ങനെ വലിയ എഫേർട്ടൊന്നും എടുക്കേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. 12ാമത് സിനിമയെക്കുറിച്ചും അതോടൊപ്പം തന്നെ സാറിൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളെക്കുറിച്ച് വളരെ രസകരമായ ആഴത്തിൽ സാറ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. തീർച്ചയായും സിനിമയ്ക്ക് എല്ലാ വിജയ ആശംസകളും. തുടർന്നും ഈ ഒരു കലയിലൂടെ ഒരു കർത്താവിൻ്റെ മൂല്യങ്ങൾ ജനത്തിന് പകർന്നു കൊടുക്കാൻ സാറിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. താങ്ക് യു സർ. താങ്ക് യു. വളരെ സന്തോഷം നിങ്ങളായിട്ട് കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റിയത്. അപ്പോൾ എല്ലാവരും സിനിമകൾ കാണുക, പറ്റാവുന്നവരെല്ലാവരും സിനിമ കാണുക, സിനിമയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുക. വല്ലപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനത്തെ സിനിമകൾ എടുക്കാനും. ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ സിനിമ നടക്കാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊഡ്യൂസറാണ് വിക്ടർ സാറ്. ഇതിലേക്ക് കടന്നു വരികയും വിക്ടർ സാറിൻ്റെ ഒരു സ്ട്രെങ്ത്താണ് ശരിക്കും ഈ സിനിമ ഉണ്ടാകാനായിട്ട് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വിക്ടർ സാറിന് ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, സിനിമ കാണാം. താങ്ക് യു.